ഗുജറാത്തിലെ വഡോദരയിൽ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണ് 9 പേർ മരിച്ചു. 5 വാഹനങ്ങൾ നദിയിലേക്ക് വീണു. മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 9 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിന്റെ രക്ഷാദൗത്യം എങ്ങനെയാണ്? കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീനാഥ്? ടി കെ, ഇന്ന് രാവിലെ 7:30യോടെയാണ് മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീഴുന്നത്. ആനന്ദ് ജില്ലയും വഡോദരയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ്. അതിൻ്റെ ഒത്ത നടുക്ക് വെച്ച് 2 തൂണുകൾക്കിടയിൽ പാലം തകർന്നു വീഴുന്നു. 5ഓളം വാഹനങ്ങൾ, അതിൽ കാറുകളുണ്ട്, ട്രക്കുണ്ട്, ബൈക്കുണ്ട്, ഈ തരത്തിൽ വാഹനങ്ങൾ നദിയിലേക്ക് പതിക്കുന്നു. തുടക്കത്തിൽ നാട്ടുകാരാണ് രക്ഷാദൗത്യം തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് വാഹനങ്ങൾ ഭൂരിഭാഗവും കരയിലേക്ക് കയറിട്ട് വലിച്ചു കയറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ട്രക്ക് അപകടാവസ്ഥയിൽ ഈ നദിയിലേക്ക് വീഴാൻ കണക്കെ നിൽക്കുന്ന ദൃശ്യങ്ങളും അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചത്. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 3 പേരുടെ മൃതദേഹങ്ങൾ ആ കാറ് വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. ഇതിനോടകം 9 മൃതദേഹങ്ങളാണ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. 10ഓളം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും വെള്ളത്തിനടിയിലുണ്ടോ എന്നതിനെക്കുറിച്ച് വിവരമില്ല. NDRF അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. കാലപ്പഴക്കം ചെന്ന പാലമാണ്. 1985-ൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തതാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും, തെരുവ് വിളക്ക് പോലും ഈ പാലത്തിന് മുകളിലില്ല. ഒരുപക്ഷെ രാത്രിയായിരുന്നു അപകടം നടന്നതെങ്കിൽ ഈ പാലത്തിലേക്ക് താഴേക്ക് വീണ വാഹനങ്ങൾ എത്രയെന്നോ, എത്ര അധികം വാഹനങ്ങൾ വീഴുമെന്നോ എന്ന കാര്യത്തിലൊന്നും നമുക്കൊരു കൃത്യമായി പറയാൻ കഴിയില്ല. അത്ര വലിയൊരു അപകടമായിരുന്നേനെ സംഭവിക്കേണ്ടത്. പക്ഷേ പകൽ സമയമായതുകൊണ്ട് കൂടി അതിൻ്റെ ഒരു വ്യാപ്തി ഈ നിലയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. 2022-ൽ പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞു വീണതാണ്. ആ സമയത്ത് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി പുതിയ പാലം പണിയാനുള്ള പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയിരുന്നു. 212 കോടിയോളം രൂപ അതിന് പാസ്സായിട്ടുമുണ്ട്. പക്ഷേ പുതിയ പാലം ഇതുവരെ പണിതു തുടങ്ങുകയോ അപകടാവസ്ഥയുള്ള പാലത്തിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയോ നിർത്തുകയോ ഇതുവരെ ചെയ്തിരുന്നില്ല. അതാണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ടി കെ, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗുജറാത്തിലെ വഡോദരയിലാണ് വലിയ അപകടമുണ്ടായത്. നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണ് 9 പേർക്കാണ് ദാരുണാന്ത്യം.